നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം സങ്കീർണമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിശകലനത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുന്നത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിഭാഗം അണികൾ ഇപ്പുറത്തുള്ളപ്പോൾ ഭരണവിരുദ്ധ വികാരം താഴെത്തട്ടിൽ ശക്തമാണെന്ന് നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുകയാണ്. വാർത്താമാധ്യമങ്ങളെയും സമൂഹ മാധ്യമങ്ങളെയും സ്വാധീനിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങളാണ് സർക്കാർ ആവിഷ്കരിച്ചതെന്ന ആക്ഷേപം ശക്തമാണ്. ഇത്തരം പണമൊഴുക്കിയുള്ള ക്യാമ്പയിനുകൾ ജനമനസ്സുകളെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും തീർച്ചയായിട്ടും ഈ വരാനിരിക്കുന്ന ഭരണത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. എന്നാൽ ഉപരിവിപ്ലവമായ ഈ പ്രചരണങ്ങൾക്കപ്പുറമായിട്ട് സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ മറ്റൊരു ചിന്താഗതി വളർന്നു വരുന്നുണ്ടെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് അവഗണിക്കാനാവില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷമായ UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ചു പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ഏറെയുണ്ടെങ്കിലും ആ ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഐക്യജനാധിപത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അതോടൊപ്പം തന്നെ RSPയും പൂർണ്ണ വിജയപ്രതീക്ഷ പുലർത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരുതരം അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓരോ മണ്ഡലത്തിലെയും വോട്ടിംഗ് ശതമാനവും ജാതി സമവാക്യങ്ങളും പരിശോധിക്കുമ്പോൾ കഷ്ടിച്ച് കടന്നുകൂടാം എന്ന നിലപാടാണ് പല മുതിർന്ന നേതാക്കളും സ്വകാര്യ സംഭാഷണങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. മുന്നണിയിലെ പ്രധാന കക്ഷിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഈ മെല്ലപ്പോക്ക് അത് വരാനിരിക്കുന്ന ഫലത്തെ എപ്രകാരം ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ വിലയിരുത്തലുകൾ ഇവിടെ പരിശോധിച്ചാൽ UDF ക്യാമ്പിലെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്നതാണ്. തങ്ങളുടെ വിശ്വസ്തരുമായിട്ട് നടത്തുന്ന ചർച്ചകളിൽ 75 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുക പ്രയാസകരമായിരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് 100 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ചിരുന്ന VD സതീശൻ പോലും ഇപ്പോൾ 85 സീറ്റുകളിലേക്ക് തൻ്റെ പ്രവചനം ചുരുക്കിയിരിക്കുകയാണ്. നേതാക്കൾ പോലും ഒരു വലിയ തരംഗം പ്രതീക്ഷിക്കുന്നില്ല എന്നത് മുന്നണിയുടെ അടിത്തട്ടിലെ പ്രവർത്തനങ്ങളിലെ പോരായ്മയാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ശക്തമായ ഒരു ഭരണവിരുദ്ധ കാറ്റ് വീശുന്നുണ്ടെങ്കിൽ അതുപോലും അത് വോട്ടുകളായി മാറ്റുന്നതിൽ പ്രതിപക്ഷം എത്രത്തോളം വിജയിച്ചു എന്നത് ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുന്ന സൈബർ അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളും ദൃശ്യമാണ്. നേരത്തെ മൂന്നാം തുടർഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചിരുന്ന പലരും ഇപ്പോൾ നിലപാടുകളിൽ അയവ് വരുത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഹന്തയും പ്രവർത്തന ശൈലിയും ധിക്കാരവും ധാർഷ്ട്യവും പാർട്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നവർ ഭയപ്പെടുന്നു. വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നേതൃത്വത്തിൽ മാറ്റം വരുത്തണമായിരുന്നു എന്ന അഭിപ്രായം പാർട്ടി അണികൾക്കിടയിൽ പോലും തന്നെ നിശബ്ദമായിട്ട് ഉയരുന്നുണ്ട്. ഇത്തരം ചർച്ചകളൊക്കെ തന്നെ ഉയരുന്നത് തന്നെ അണികൾക്കിടയിലെ ആത്മവിശ്വാസത്തിന് വലിയ തോതിൽ ഇടിവ് സംഭവിച്ചു എന്നതിൻ്റെ തെളിവാണ്. നഷ്ടപ്പെട്ടു പോയ പ്രഭാവം ജനപിന്തുണ തിരിച്ചുപിടിക്കാൻ വെറും പ്രചരണങ്ങൾ കൊണ്ട് മാത്രം സാധിക്കില്ലെന്ന് അവർ തിരിച്ചറിയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് അത് നിശബ്ദമായിട്ടുള്ള ഒരു പെൺകരുത്തായിരിക്കും. കേരളത്തിലെ സ്ത്രീകൾ നിലവിലെ സർക്കാരിൻ്റെ പോരായ്മകൾക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കർക്കശമായ നിലപാടുകൾക്കെതിരെയും പ്രതികരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന സൂചന. ഭരണകൂടത്തിൻ്റെ ധാർഷ്ട്യത്തിനെതിരെയുള്ള ഒരു നിശബ്ദ വിപ്ലവമായിരിക്കും ഈ പ്രാവശ്യത്തെ വോട്ടെടുപ്പിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കുക. മലബാർ മേഖലകളിൽ ഇടതുപക്ഷത്തിന് ഏൽക്കാൻ പോകുന്ന വലിയ തിരിച്ചടിക്ക് പിന്നിൽ ഈ സ്ത്രീ വോട്ടർമാരുടെ പങ്ക് അത് വളരെ വലുതായിരിക്കും. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇതേ ചലനങ്ങൾ ഉണ്ടായാൽ UDFന് അപ്രതീക്ഷിതമായ മുന്നേറ്റം നടത്താനായിട്ട് സാധിക്കും. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മേധാവിത്വം തിരിച്ചു പിടിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട്. CPM കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ പക്ഷേ ഇതിൽ നിന്നെല്ലാം തന്നെ തികച്ചും വളരെ വ്യത്യസ്തമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും 80ഓളം സീറ്റുകൾ നേടി തങ്ങൾ വീണ്ടും മൂന്നാമത് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് അവർ അവകാശപ്പെടുകയാണ്. 2009 നടന്ന മണ്ഡല പുനർവിഭജനം ഇപ്പോഴും തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് അവരുടെ കണ്ടെത്തൽ. രാഷ്ട്രീയ കാറ്റുകൾ അത് എങ്ങോട്ട് വീശിയാലും മാറാത്ത 50 ഉറച്ച സീറ്റുകൾ തങ്ങൾക്കുണ്ടെന്ന് CPM വിശ്വസിക്കുന്നു. ഈ 50 സീറ്റുകൾ കൈവിടാതെ കാത്താൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് വെറും 22 എണ്ണം മാത്രം നേടിയാൽ ഭരണം നിലനിർത്താം എന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. ഈ കണക്കുകളിലെ യുക്തി എത്രത്തോളം പ്രായോഗികമാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. CPM ഉറപ്പായും ജയിക്കുമെന്ന് കരുതുന്ന 50 സീറ്റുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുന്നത് വളരെ രസകരമായിരിക്കും. കാസർഗോഡ് ജില്ലയിൽ ഉദുമ ഉൾപ്പെടെയുള്ള 3 സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഉദുമയിൽ കടുത്ത മത്സരം നടക്കുമെങ്കിലും ചരിത്രപരമായിട്ട് തങ്ങൾക്കുള്ള മേധാവിത്വം അവിടെ തുണയ്ക്കുമെന്ന് അവർ കരുതുന്നു. കണ്ണൂർ ജില്ലയാണ് CPMൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. 8 സീറ്റുകൾ വരെ അവിടെ ലഭിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ധർമ്മടം, മട്ടന്നൂർ, പയ്യന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ തങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന് അവർ വിശ്വസിക്കുമ്പോൾ കണ്ണൂർ, അഴീക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ UDF വിജയിച്ചേക്കാമെന്നും അവർ മുൻകൂട്ടി കാണുന്നുണ്ട്.
കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, ബാലുശ്ശേരി, ബേപ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങളും പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം, ഷൊർണൂർ, മലമ്പുഴ തുടങ്ങിയ ഇടത് കോട്ടകളും CPMന്റെ പട്ടികയിൽ സുരക്ഷിതമാണ്. പാലക്കാട്ടെ 7ഓളം സീറ്റുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇനി തൃശ്ശൂരിലേക്ക് വരുമ്പോഴാകട്ടെ ഒല്ലൂരും കുന്നുകുളവും ചേലക്കരയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിജയമുറപ്പിക്കാമെന്ന് അവർ കരുതുന്നു. എറണാകുളം ജില്ലയിൽ വൈപ്പിൻ സീറ്റിലും ഇടുക്കിയിൽ ഉടുമ്പൻചോലയിലും അവർ വലിയ രീതിയിലുള്ള പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഭരണവിരുദ്ധ തരംഗമുണ്ടായാൽ പോലും ഇത്തരം മണ്ഡലങ്ങളിലെ വോട്ട് ബാങ്കുകൾ തങ്ങളെ കൈവിടില്ലെന്നാണ് പാർട്ടി കേഡറുകളുടെയൊക്കെ തന്നെ വിശ്വാസം. ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ നഗരവും ചേർത്തലയും ചെങ്ങന്നൂരും അതോടൊപ്പം തന്നെ മാവേലിക്കരയും CPM വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. കൊല്ലത്തെ കൊട്ടാരക്കരയും അതുപോലെ തന്നെ പുനലൂരും ചാത്തന്നൂരും ഉൾപ്പെടെയുള്ള 5 സീറ്റുകളും തിരുവനന്തപുരത്തെ വർക്കല, ആറ്റിങ്ങൽ, നെടുമങ്ങാട് തുടങ്ങിയ 7 സീറ്റുകളും തങ്ങളുടെ പട്ടികയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ ചേരുന്നതാണ് അവരുടെ മാന്ത്രിക 50 എന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത്. എന്നാൽ മറുഭാഗത്ത് UDFന് കേവലം 41 സീറ്റുകൾ മാത്രമേ ഉറപ്പുള്ളൂവെന്നും അധികാരം പിടിക്കാൻ അവർക്ക് ഇനിയും 30 സീറ്റുകൾ അധികമായിട്ട് കണ്ടെത്തേണ്ടി വരുമെന്നും CPM പരിഹസിക്കുകയാണ്. ഈ കണക്കുകളുടെ ബലത്തിലാണ് 77 സീറ്റുകൾ വരെ തങ്ങൾക്ക് ലഭിക്കാമെന്ന് ഇടതുപക്ഷം പ്രവചിക്കുന്നത്. എങ്കിലും CPM വിജയമുറപ്പിക്കുന്ന പല സീറ്റുകളിലും ഇത്തവണ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. വട്ടിയൂർക്കാവ്, അതോടൊപ്പം തന്നെ കഴക്കൂട്ടം, ചടയമംഗലം തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷത്തെ കൈവിടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ തന്നെ വിലയിരുത്തൽ. പത്തനാപുരം, അടൂർ, ആറന്മുള തുടങ്ങിയ മണ്ഡലങ്ങളിൽ UDFന് വ്യക്തമായ മുൻതൂക്കം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇടുക്കി ജില്ലയിൽ പലയിടത്തും സർക്കാരിനെതിരെയുള്ള ജനവികാരം വോട്ടുകളായിട്ട് മാറാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അവിടെയും ഇടതുപക്ഷത്തിന് പരിക്കേൽക്കാം. തൃത്താലയും മാനന്തവാടിയും പോലുള്ള മണ്ഡലങ്ങളിൽ മത്സരം പ്രവചനാതീതമാണ്. കാരണം ഈ സാഹചര്യത്തിൽ 77 സീറ്റുകൾ എന്ന CPM അവകാശം അത് വെറും രാഷ്ട്രീയ തന്ത്രം മാത്രമാണോ എന്ന് ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. CPM വീണ്ടും അധികാരത്തിലെത്തിയാൽ കേരളം നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വലിയൊരു ജനവിഭാഗം ഇപ്പോൾ വളരെയധികം ആകുലരാണ്. ഭരണ തുടർച്ചയുണ്ടായാൽ പാർട്ടി സെല്ലുകൾ ഭരണം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉടലെടുക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അരാജകത്വവും ഒക്കെ തന്നെ നിയന്ത്രിക്കാൻ സർക്കാർ പരാജയപ്പെടുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. PSC വഴിയുള്ള നിയമനങ്ങൾ അപ്രസക്തമാവുകയും പാർട്ടി അനുഭാവികൾക്ക് മാത്രം സർക്കാർ ജോലി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നത് തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. സർക്കാർ പദ്ധതികളുടെ ഗുണഫലങ്ങൾ പാർട്ടിക്കാർക്കും ശിങ്കിടികൾക്കും മാത്രമായി പരിമിതപ്പെടുമെന്ന ആക്ഷേപവും ശക്തമാണ്. മൂന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലീസ് സംവിധാനം കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമെന്ന ആശങ്കയും ജനങ്ങൾക്കിടയിലുണ്ട്. നിരപരാധികളെ ജയിലിൽ അടയ്ക്കാനും പ്രതിപക്ഷ ശബ്ദങ്ങളെയൊക്കെ തന്നെ അടിച്ചമർത്താനും പോലീസ് ഒരുപക്ഷെ ഉപയോഗിക്കപ്പെട്ടേക്കാം. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ അഴിമതികൾ തുറന്നു കാണിക്കുന്ന മാധ്യമപ്രവർത്തകരെ പോലും നിശബ്ദരാക്കാനായിരിക്കാം സർക്കാർ ആദ്യം ശ്രമിക്കുക. യാതൊരുവിധ പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ ജനപക്ഷത്തുനിന്ന് സംസാരിക്കുന്നവരെ തടവിലാക്കാനും ശിക്ഷിക്കാനും ഭരണകൂടം തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്യും. ഒരുതരം ഭയത്തിൻ്റെ അന്തരീക്ഷം നാട്ടിൽ വളർത്തിയെടുക്കാനായിരിക്കും ഇത്തരത്തിൽ അവർ ശ്രമിക്കുന്നത്. ഭരണകൂടത്തിൻ്റെ അപ്രിയരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പുറത്താക്കാനും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരെ മാത്രം പ്രധാന തസ്തികകളിലൊക്കെ തന്നെ നിയമിക്കാനും സർക്കാർ തുനിഞ്ഞേക്കും. ഇത് ഭരണ സംവിധാനത്തിൻ്റെ സുതാര്യത തകർക്കാനായിട്ട് ഇടയാക്കി മാറ്റാം. കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ആളുകളിൽ ദൃശ്യമായേക്കാം. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ജനങ്ങൾ അനുഭവിക്കാത്ത തരത്തിലുള്ള ഭീകരമായിട്ടുള്ള പോലീസ് വാഴ്ചയും അടിച്ചമർത്തലുകളും ഒക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇവിടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജനാധിപത്യ മൂല്യങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമായിരിക്കും തുടർഭരണമുണ്ടായാൽ കേരളത്തിൽ വരാനിരിക്കുന്നത്. സാമ്പത്തികമായി കേരളം വലിയൊരു തകർച്ചയിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇതേ സർക്കാർ തന്നെ അധികാരത്തിലേക്ക് എത്തുന്നത് ഈ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കുകയുള്ളൂ. എല്ലാ സേവനങ്ങളുടെയും ഫീസുകൾ വർദ്ധിപ്പിക്കാനും നികുതി ഭാരം ജനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കാനും സർക്കാർ മടിക്കില്ല. ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ പോലും കടുത്ത രീതിയിലുള്ള വിവേചനം കാണിക്കപ്പെടും. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കേരളം പൂർണ്ണമായും മാറും. സാംസ്കാരികമായി ഔന്നത്യം പുലർത്തിയിരുന്ന കേരള രാഷ്ട്രീയം അത് അന്ത്യത്തിലേക്ക് വഴിമാറുമോ എന്ന ഭീതി പല സാംസ്കാരിക നായകരും ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കേരളം ഒരു നിർണായകമായ വഴിത്തിരിവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു വശത്ത് ഭരണ തുടർച്ചയ്ക്കായുള്ള പ്രചരണങ്ങളും മറുവശത്ത് ഒരു മാറ്റത്തിനായിട്ടുള്ള ആഗ്രഹിക്കുന്ന വലിയ ജനവിഭാഗവും ഇടതുപക്ഷം അവകാശപ്പെടുന്ന 50 ഉറച്ച സീറ്റുകൾ അവർക്ക് തുണയാകുമോ അതോ നിശബ്ദ വിപ്ലവം അവയെ തകർക്കുമോ എന്നത് തീർച്ചയായിട്ടും വോട്ടെണ്ണൽ ദിവസം മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അരാജകത്വത്തിലേക്കും ഇരുണ്ട ദിനങ്ങളിലേക്കും കേരളം കൂപ്പുകുത്തുമോ അതോ ജനാധിപത്യത്തിൻ്റെ പുതിയൊരു ദിവസം ഉദിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് കേവലം ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കൽ മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.